അബുദാബി കേന്ദ്രീകരിച്ച് ആക്രി കച്ചവടം നടത്തുന്ന ഒരു മുതലാളി സ്വന്തം ആവശ്യത്തിനും പിന്നെ അയൽവക്കക്കാരുടെ സിൽബന്തികളുടെ ആവശ്യത്തിനുമൊക്കെ പത്മ പുരസ്കാരം വാങ്ങിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിവാദം, നമ്മുടെ RS ശശികുമാർ എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ, അദ്ദേഹം ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം നടത്തുന്ന ആളാണ്. സർവകലാശാല തലത്തിലൊക്കെ നടത്തുന്ന പല തട്ടിപ്പുകളും പുറത്തു കൊണ്ടിരുന്നതിന് ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള ആളാണ്, മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി മുമ്പാകെ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. 127 ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പത്മ പുരസ്കാരത്തിന് അർഹനല്ല. അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്ത നടപടി പുനഃപരിശോധിക്കണം. പുരസ്കാരം കയ്യിൽ കൊടുത്തിട്ടില്ല, അത് കൊടുക്കുന്നത് തടയണം, മാറ്റിവെക്കണം. ഇദ്ദേഹം തീർത്തും അനർഹനാണ് എന്ന് കണ്ടെത്തുന്ന പക്ഷം കൊടുക്കരുത് എന്നാണ്. ആർക്കും എന്ത് പരാതിയും എവിടെയും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഓരോരുത്തർക്കുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇവ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് സാധാരണ ആഭ്യന്തര മന്ത്രാലയം സാധാരണ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യാറ്. അതും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് രാഷ്ട്രപതി ഇത് പ്രഖ്യാപിക്കാറ്. പ്രഖ്യാപിക്കുന്ന ജോലി മാത്രമേ രാഷ്ട്രപതിക്കുള്ളൂ. ഇത് കംപ്ലീറ്റ് കടലാസ് ശരിയാക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലേക്കാണ്. അപ്പോൾ ഇവിടെയും രാഷ്ട്രപതി പരാതി കിട്ടിയപ്പോൾ അത് ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ വെള്ളാപ്പള്ളി നടേശനോട് എതിർപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാവരും ആഹ്ലാദഭരിതരായി, ഇതാ വെള്ളാപ്പള്ളിയുടെ പുരസ്കാരം വെള്ളത്തിലായി എന്ന രീതിയിൽ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ, അവർ സന്തോഷിച്ചോട്ടെ, അവർക്ക് സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. വെറുതെ അവരുടെ സന്തോഷത്തിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആഭ്യന്തര മന്ത്രാലയമാണ് പേര് നിർദ്ദേശിക്കുന്നത്. അവരിതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് അടക്കം കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ വെറുതെ പ്രഖ്യാപിക്കൽ. എന്തോ ആട്ടെ,